നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. 37 പന്തുകൾ, 5 ഫോറും 12 സിക്സും അടക്കം 103 റൺസ്. എങ്ങനെ ഫാനാവാതിരിക്കും? യെസ്, പാറ്റ് കമിൻസ് പറയുകയാണ്, അവൻ എൻ്റെ പുതിയ ഫേവറിറ്റ് പ്ലെയർ ആണെന്ന്. ആരാ? ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ, പോരാട്ടങ്ങൾ ഏറെ കണ്ട സീസൺഡ് ക്യാമ്പയിനർ പാറ്റ് കമിൻസ് പറയുന്നു അവൻ എൻ്റെ പുതിയ ഫേവറിറ്റ് പ്ലെയർ ആണെന്ന്. നോക്കാം നമുക്ക് എന്താണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എന്ന്. വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. Yeah, I think he's my new favourite player. He hits the ball so hard. It's great to watch. It's good fun. You got to be right on the money as a bowler. Because if you're not, it's going a long way. So he's impressive. He's had a great start to his career, and I like the way he plays. ഒരു 15-കാരനെ കുറിച്ചാണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ഈ വാക്കുകൾ പറയാൻ. നോക്കണം. ജസ്പ്രീത് ബുംറയ്ക്കെതിരെ ആദ്യ പന്ത് സിക്സർ അടിച്ചവനാണവൻ. ജോഷ് ഹേസൽവുഡിന് ആദ്യ പന്ത് 4 കൊടുത്തവനാണവൻ. എന്തായിരിക്കും പാറ്റ് കമിൻസിന് ആദ്യ പന്ത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കിയതാണ്. ഇന്നലെ പാറ്റ് കമിൻസിനും സിക്സർ കൊടുത്തു. പാറ്റ് കമിൻസിൻ്റെ മുന്നിൽ വെച്ച് അവൻ്റെ കിടലൻ സെഞ്ചുറിയും കണ്ടു. ആ കളി കണ്ട് കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് പാറ്റ് കമിൻസ് പറയുകയാണ്, ഐ തിങ്ക് ഹീസ് മൈ ന്യൂ ഫേവറിറ്റ് പ്ലെയർ. ഫാനായി കഴിഞ്ഞു. അവൻ എൻ്റെ പുതിയ ഫേവറിറ്റ് പ്ലെയറാണ്. അവൻ ബോൾ വളരെ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇറ്റ്സ് ഗ്രേറ്റ് ടു വാച്ച്, ഇറ്റ്സ് ഗുഡ് ഫൺ എന്നാണ് പറഞ്ഞത്. ഇതൊരു ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ടീമിനെ എടുത്തിട്ട് അലക്കിയിട്ട് പറയുകയാണ്, ഇറ്റ്സ് ഗ്രേറ്റ് ടു വാച്ച്, ഇറ്റ്സ് ഗുഡ് ഫൺ എന്ന്. ഇതാണ് നമ്മുടെ നാട്ടിൽ പലരും അവൻ്റെ കളിയുള്ള ദിവസം ടി വിക്ക് മുന്നിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ നിൽക്കുന്നത്. ആ കുട്ടിയുടെ കളി, ചെക്കൻ്റെ കളി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഫാൻസിനെ എനിക്കറിയാം, എൻ്റെ കുടുംബത്തിലടക്കം. നേരത്തെ കോഹ്ലിയുടെയും അല്ലെങ്കിൽ രോഹിത്തിൻ്റെയും അതുപോലെ സഞ്ജുവിൻ്റെയും ഒക്കെ കളി കാണാൻ വേണ്ടി കാത്തിരുന്ന പോലെ ഇപ്പോൾ അവൻ്റെ കളി കാണാൻ ആളുകൾ കാത്തിരിക്കുക. സാക്ഷാൽ പാറ്റ് കമിൻസ് എന്ന് പറയുന്നു അവൻ എൻ്റെ പുതിയ ഫേവറിറ്റ് പ്ലെയറാണ്. എന്നിട്ട് പാറ്റ് കമിൻസ് പറയുകയാണ്, ഒരു ബൗളർ എന്ന നിലയിൽ നിങ്ങൾ റൈറ്റ് ഓൺ ദി മണി ആയിരിക്കണം, അതായത് കൃത്യമായിട്ട് പന്ത് എറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട്, ഇറ്റ്സ് ഗോയിങ് എ ലോങ് വേ. അതാണ് സംഭവിക്കുന്നത്. എത്ര തവണ നമ്മൾ ഇന്നലെ കണ്ടു? 12 തവണ ബോൾ പറക്കുന്നത് നമ്മൾ കണ്ടില്ലേ. പിന്നെ അദ്ദേഹം പറയും, തീർച്ചയായിട്ടും ഇത് വളരെ ഇംപ്രസീവാണ്. അവൻ്റെ കരിയറിന് മികച്ചൊരു സ്റ്റാർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. യെസ്, അവൻ കളിക്കുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പാറ്റ് കമിൻസ് വലിയ രൂപത്തിൽ പയ്യനെ പ്രൈസ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.